ഹലോ കൂട്ടുകാരന്മാരെ, നമുക്ക് ബിഗ് ബോസിൻ്റെ പുതിയതായിട്ട് കിട്ടിയ കുറച്ച് അധികം അപ്ഡേറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോ നടന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ പേരിൽ കുറേ ചീറ്റ് എടുക്കുന്നുണ്ട്. വെച്ചാൽ അതിപ്പോൾ ഏതാണെങ്കിലും എന്താണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ ഫോട്ടോസും കുറച്ച് പേരുടെ അഡ്വാൻസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് അത് ഇപ്പോൾ കുറച്ചൊരു ഫേക്കാന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ ഒരു എന്താണ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ അകത്ത് നല്ല ബിഗ് ബോസിൻ്റെ ഓഡിഷൻ തുടങ്ങിയിട്ടില്ല. ബിഗ് ബോസിൻ്റെ ഓഡിഷൻ ഈ മാസം ലാസ്റ്റോടെ തുടങ്ങുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റോ ഒന്നോ കാര്യങ്ങളോ ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ബിഗ് ബോസിൻ്റെ പേരിൽ ഓഡിഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും ഓഡിഷൻ ഫേക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവരുടെ അടുത്ത് എന്താണ് ഇന്ന ആളുടെ പേര്, വയസ്സ്, എന്തൊക്കെ ടാലൻ്റ് ഉണ്ട്, ഇവർ എക്സ്ട്രാ എന്താണ് എന്നുവെച്ചാൽ ഈ സെലിബ്രിറ്റി ആണോ, അവരെ കുറിച്ചുള്ള അവർ ചെയ്ത കാര്യങ്ങൾ, പിന്നെ അവർ വീഡിയോ എന്തെങ്കിലും അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം സെൻഡ് ചെയ്യാൻ പറഞ്ഞ് ഒരു ഫേക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും അതിൽ പെട്ടിട്ടുണ്ട്. വെച്ചാൽ പലരും ഫണ്ട് പല എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് വരെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ അവർ വിശ്വസിച്ച് കയറി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അറിഞ്ഞത് അത് ഫേക്കാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ കയറാണ്ടിരിക്കുക. പിന്നെ അതൊന്ന് ശരിക്കും ഫേക്കാണ്, മിത്താണ്. നിങ്ങൾ ഒന്നാമതായിരുന്നു തന്നെ ബിഗ് ബോസിൻ്റെ ഓഡിഷൻ തുടങ്ങിയിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഇതുവരെയായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന റൂമേഴ്സ് അനുസരിച്ച് ഈ മാസം ലാസ്റ്റ് എൻഡോടെയാണ് ഇതിൻ്റെ എന്താണ് ഓഡിഷൻ സ്റ്റാർട്ടാവണത്. അത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞിട്ടില്ല. പല സ്ഥലത്ത് പല ജില്ലയിൽ വെച്ചുണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കാത്ത പല സർപ്രൈസ് ആൾക്കാരായിരിക്കും ഈ പ്രാവശ്യം വരുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ കരിയറിൽ ഒരു എന്താണ് എല്ലാം കൊണ്ടും ബെഞ്ച് മാർക്ക് നേടിയ ഒരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. എന്ന് വെച്ചാൽ സീസൺ 6 വെച്ചാൽ ഏറ്റവും അടിപൊളി സീസൺ എന്നല്ല പറഞ്ഞതും ഒരു മോശമായ രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ട് TRP റേറ്റും കൂടുതലാണെന്ന് വെച്ചാൽ അമ്മാതിരി പ്ലേയേഴ്സായിരുന്നു വന്നത്. ചിന്തപ്പനാണെങ്കിലും ജാസ്മിനാണെങ്കിലും ഗബ്രിയും അവരെ പല ഇഷ്യൂസും, റോക്കിയും സിജോയുടെ ഇഷ്യൂസ്, ജാനിമണീൻ്റെ, പിന്നെ വൈൽഡ് കാർഡ് എൻട്രി 6 പേരാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നത്. പിന്നെ പവർ ഹൗസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ വെച്ചാൽ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. പിന്നെ അതിൻ്റെ ഇഷ്യൂസ്, പിന്നെ പവേഴ്സ് എടുത്ത് മാറ്റി, പിന്നെ തെറി വിളി, കുറേ പ്രശ്നങ്ങൾ. വെച്ചാൽ ബിഗ് ബോസിന് അത്യാവശ്യം റീച്ചും കിട്ടി, പക്ഷേ ഒരു ബാഡായിട്ടുള്ള ഒരു ഇമേജും കിട്ടി. നെഗറ്റീവ് ഇമേജ് ഒരു ക്രിയേറ്റ് ചെയ്ത സീസണും കൂടിയാണ് സീസൺ 6. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 7 നോക്കുന്നത്. പിന്നെ സാധാരണ എന്താണ് ഈ ജനുവരി ആകുമ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. സാധാരണ മാർച്ചോടെയാണ് ബിഗ് ബോസ് സീസൺ തുടങ്ങാറുള്ളത്. എല്ലാം മേ ബി എപ്പോഴും മാർച്ചോടെ തുടങ്ങാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യമായിട്ട് ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നാവാട്ടെ, നല്ലൊരു ബിഗ് ബോസ് സീസൺ ആവണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്. വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല രീതിയിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ പറയാൻ തീരുമില്ല. എന്നുവെച്ചാൽ എല്ലാം കൊണ്ട് പക്ഷേ ഏറ്റവും TRP കിട്ടിയ സീസൺ 6 തന്നെയാണ്. അതൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും നല്ല ബിഗ് ബോസ് ആവണം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ.